ക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രാർത്ഥന കൂടി ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതേ, അവിടുന്ന് പറയുകയാണ്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ഒരു ദുആയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിൽ അത് അറിയുന്നവരുണ്ടാകും, അറിയാത്തവരുണ്ടാകും. നിങ്ങളത് കൃത്യമായി നോട്ട് ചെയ്ത് പഠിക്കണം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ തുടക്കം അല്ലാഹുമ്മ അൻത റബ്ബീ ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വ അനാ അബ്ദുക വ അനാ അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. വളരെയേറെ ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരൽപ്പം സുദീർഘമായ ഒരു ദുആയാണ്. പക്ഷേ പേജുകൾക്കപ്പുറം എസ്സേ പഠിക്കുന്ന, പേജുകൾക്കപ്പുറം വിശാലമായ പോയംസ് വൈവിധ്യമാർന്ന ഭാഷകളിൽ മനഃപ്പാടമാക്കി കടലാസുകളിൽ പകർത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാർക്ക്, അനുജത്തിമാർക്ക് 2 വരി 4 വരിയുള്ള ഈ ഒരു ദുആ പഠിക്കാൻ ഒരു പ്രയാസമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലോ ഏറ്റവും മഹത്വമേറിയ പ്രാർത്ഥനയുണ്ടല്ലോ, അതിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ശുദ്ധിയുടെ പ്രഖ്യാപനമുണ്ട്. കർമ്മരംഗത്ത് വന്നുപോയ വീഴ്ചകൾക്ക് പരിതപിക്കലുണ്ട്, ഖേദപ്രകടനമുണ്ട്, റബ്ബിനോടുള്ള തൗബയുണ്ട്. ആ പ്രാർത്ഥനയുടെ മഹത്വം കൂടി ഞാൻ പറയട്ടെ. ആ പ്രാർത്ഥന എല്ലാ മനുഷ്യന്മാരും അവനേത് ഘട്ടത്തിലാണെങ്കിലും ജീവിതത്തിൽ അതാ പകൽ സമയത്ത് ഒരിക്കലെങ്ങാനും അവൻ പറഞ്ഞ് രാത്രിയാകും മുമ്പേ മരണപ്പെട്ടു പോയാൽ അവൻ സ്വർഗാവകാശിയായിട്ടാണ് മരണപ്പെട്ടു പോവുക. രാത്രിയിൽ അവൻ ഒരു തവണ അത് വളരെ വിശ്വാസത്തോടെ, വളരെ സുദൃഢമായ വിശ്വാസത്തോടെ അത് രാത്രിയിൽ ഒരാൾ ചൊല്ലിയിട്ട് പ്രഭാതമാകുന്നതിൻ്റെ മുമ്പ് അവനെങ്ങാനും മരണപ്പെട്ടാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവനും സ്വർഗാവകാശിയായിട്ടാണ് മരണപ്പെടുന്നത്. നമ്മുടെ മരണം, നമ്മുടെ അന്ത്യം, അനശ്വരമായ ജീവിതത്തിലേക്കുള്ള തുടക്കമായ മരണം, അത് പകലിൻ്റെ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ നടക്കും, അല്ലെങ്കിൽ രാത്രിയുടെ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ നടക്കും. എപ്പോൾ നടന്നാലും ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ മനസ്സിൽ ദൃഢമായി വിശ്വസിച്ച് അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച് അതിലെ ആശയങ്ങൾ സുദൃഢമായി അംഗീകരിച്ചുകൊണ്ട് ആരത് പറയുന്നുവോ പ്രവർത്തിക്കുന്നുവോ സ്വർഗാവകാശിയാണ്. അതിനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആഗ്രഹിക്കേണ്ടത്. ആ ഒരു ദുആ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ പഠിച്ച് നാളത്തെ പ്രഭാതം മുതൽക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ രാത്രി മുതൽക്ക് തന്നെ അത് ചൊല്ലിത്തുടങ്ങി ഇനി മരിക്കുവോളം അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന ദൃഢമായ തീരുമാനമെടുത്ത് പിരിഞ്ഞു പോകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ